സ്നാപകന്റെ ജനനം. റോസാപുഷ്പങ്ങളിൽ നിന്നു നല്ല സൗരഭ്യം പ്രസരിക്കുന്നു. സ്വർണ്ണ പൊട്ടുകൾ പോലെ തേനീച്ചകൾ പാറിപ്പറക്കുന്നു. മേരിയും എലിസബത്തും കൈകോർത്തു നടക്കുന്നു. മുന്തിരിയുടെ വള്ളിക്കുടിലിലൂടെ അവർ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയാണ്. എലിസബത്തിന് ക്ഷീണമായി, നടക്കാനിഷ്ടപ്പെടുന്നില്ല. നിന്റെ പ്രാക്കളെല്ലാം കൂട്ടിൽ കയറിയോ എന്നു നോക്കിയിട്ടു വരാം. അവർ മുന്തിരിയുടെ പച്ചപ്പരവതാനിക്കടിയിലൂടെ നടന്ന് ഒരു ഗോപുരത്തിനടുത്തെത്തി. അതിന്റെ അറകളിൽ പ്രാവുകൾ കൂടുകൂട്ടിയിരിക്കുന്നു. മേരി അവയ്ക്ക് ധാന്യങ്ങൾ വിതറിക്കൊടുക്കുന്നു. അവ ചിറകടിച്ച് മേരിയുടെ ചുറ്റിലും തോളിലുമൊക്കെ പറന്നുകളിക്കുന്നു. അവർ വീണ്ടും നടന്ന് വൃക്ഷത്തോട്ടത്തിനടുത്തെത്തി. എലിസബത്ത് പറയുന്നു, എനിക്ക് വീണ്ടും വേദന അനുഭവപ്പെടുന്നു. എന്റെ സമയം ഒരുപക്ഷേ എത്തിയതാവാം. മേരി, എനിക്കുവേണ്ടി പ്രാർത്ഥിക്കണേ. പ്രസവവേദന സന്തോഷത്തിൽ പര്യവസാനിക്കുന്നതുവരെ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. രണ്ടുപേരും നടന്നു വീട്ടിൽ പ്രവേശിക്കുന്നു. എലിസബത്ത് അവളുടെ മുറിയിലേക്ക് പോകുന്നു. കാര്യങ്ങൾ യഥാസമയം വേണ്ടവിധം നടത്താനറിയുന്ന മേരി വേണ്ട നിർദ്ദേശങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കുന്നു. പ്രസവസമയത്തേക്ക് ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കിവയ്ക്കുന്നു. അതേസമയം ഉത്കണ്ഠാകുലനായ സക്കറിയാസിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ആ വീട്ടിൽ ആ രാത്രിയിൽ ആരും ഉറങ്ങുന്നില്ല. ശബ്ദം കേൾക്കാം. മേരി പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണതയോടെ മുട്ടുകുത്തി നിന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു. സാറാ വന്നു മേരിയെ വിളിക്കുന്നു. എന്റെ സ്വാമിനി നിന്നെ കാണാമെന്നു പറയുന്നു. ഞാൻ വരുന്നു. മേരി കോവണിപ്പടി കയറി എലിസബത്തിന്റെ മുറിയിലെത്തുന്നു. ഓ മേരി, മേരി, എന്തൊരു വേദന, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മേരി എലിസബത്തിനെ തലോടുകയും ചുംബിക്കുകയും ചെയ്യുന്നു. മേരി, എന്റെ കൈകൾ നിന്റെ ഉദരത്തിന്മേൽ ഞാൻ വയ്ക്കട്ടെ. ചുളിവു വീണ നീർക്കെട്ടുള്ള ആ രണ്ടു കരങ്ങളുമെടുത്ത് മേരി തന്റെ ഉദരത്തിന്മേൽ വെച്ച് അമർത്തി പിടിക്കുന്നു. മേരി താണസ്വരത്തിൽ പറയുന്നു, ഈശോ ഇവിടെയുണ്ട്. അവൻ നിന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഉണ്ട്. ഈശോ പറയുന്നത് എനിക്ക് കേൾക്കാം. അല്പം വേദന മാത്രം. അതുകഴിയുമ്പോൾ സൂര്യന്റെ ആദ്യത്തെ കിരണങ്ങളോടൊത്തു വിരിയാൻ വെമ്പുന്ന അനേകം റോസാമുട്ടുകളോടൊപ്പം ഈ ഭവനത്തിലെ ഏറ്റവും വിശിഷ്ടമായ റോസാപ്പൂവ് വിരിയും. അതാണ് ജോൺ, എന്റെ മുൻഗാമി. പ്രഭാതം പൊട്ടിവിടരുന്നു. മേരി നിലംപറ്റെ താണ് നിത്യപിതാവിനെ വിളിച്ചപേക്ഷിക്കുന്നു. സക്കറിയാസ് കയറി വരുന്നു. മേരിയുടെ പ്രാർത്ഥന കണ്ട് അദ്ദേഹം കരയുന്നു. മേരി എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ കരങ്ങളിൽ പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് കണ്ടാൽ അവൾ ആശ്വാസരഹിതനായ ആത്മാവിന്റെ അമ്മയാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ സന്തോഷവാർത്ത അവർക്ക് ലഭിക്കുന്നത്. അവൻ ജനിച്ചു. അവൻ ജനിച്ചു. നല്ലൊരാൺകുട്ടി, റോസാപ്പൂ പോലെ സുന്ദരനായ ശിശു, സൂര്യനെപ്പോലെ ശോഭിക്കുന്നവൻ. സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് അവർ കർത്താവിനെ വാഴ്ത്തുന്നു. പിതാവിന്റെ അനുഗ്രഹത്തിനായി ശിശുവിനെ അവന്റെ പക്കലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സക്കറിയാസ് കുഞ്ഞിനെ കരങ്ങളിലെടുക്കുന്നു. മേരി എലിസബത്തിന്റെ അടുത്തേക്കോടുന്നു. റോസാപ്പൂ വിടർന്നു. സക്കറിയാസിനു സന്തോഷമായി.